ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സമസ്ത മേഖലകളെയും നിങ്ങളുടെ തലമുറകളെയും ശുശ്രൂഷകളെയും നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവം ആലോചന വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൈകൂപ്പി ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. സദൃശ്യവാക്യം 4-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്ക. ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ രഹസ്യം. ഇന്ന് പകൽക്കാലം സദൃശ്യവാക്യം ശലോമന്റെ ഒരു പുസ്തകമാണ്. അതിനകത്ത് ഈ കാലഘട്ടത്തിലുള്ള യുവതി യുവാക്കൾ മുഴുവനും പഠിക്കേണ്ട ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും 4-ാം വാക്യത്തിനകത്ത് മക്കളെ കുറിച്ചാണ് എഴുത്തുകാരൻ പ്രബോധിപ്പിക്കുന്നത്. മകളെക്കുറിച്ചും മകനെക്കുറിച്ചും. ഇവിടെ ഇതാ 20-ാം വാക്യത്തിൽ, മകനെ, എൻ്റെ വചനങ്ങൾക്ക് എന്ത് തരിക? ശ്രദ്ധ തരിക. ഈ വചനം ശ്രദ്ധിച്ച് നാം കേൾക്കണം. ഈ വചനം നാം ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് അതിനകത്ത് നിന്നും ദൈവത്തിന്റെ അത്ഭുതകരമായ കരങ്ങൾ പ്രവർത്തിക്കുന്നത്. യേശു കർത്താവിന്റെ കൂടെ 3 രാത്രിയും 3 പകലും ഇരുന്ന് ദൈവവചനം കേട്ടവർക്ക് ആർക്കും വിശപ്പുണ്ടായില്ല. അവരെല്ലാവരും ആ യേശുവിലേക്ക് നോക്കി അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേട്ട് അവർ വിസ്മയിക്കുവാൻ ഇടയായിത്തീർന്നു. അവരുടെ ശാരീരികമായ എല്ലാ വിശപ്പും മാറുവാൻ ഇടയായി. എന്തുകൊണ്ടെന്നറിയാമോ? അവരുടെ ചിന്തകൾ എല്ലാം കോടീകരിച്ച് യേശുവിലേക്ക് കേന്ദ്രീകരിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ സഭകളിൽ ചെല്ലുമ്പോൾ, കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ, കൺവെൻഷൻ സെന്ററുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചിന്തകളെല്ലാം വേറെ സ്ഥലങ്ങളിലാണ്. ചിലരൊക്കെ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ഒക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. വചനം എന്ത് പ്രസംഗിച്ചു എന്ന് ഇറങ്ങിയതിനു ശേഷം ഏതെങ്കിലും ഒരു സഹോദരൻ സഹോദരി ചോദിച്ചാൽ അവരപ്പോഴാണ് ആമേൻ പരതുന്നത്. അവർ ആലോചിക്കുന്നത്, അയ്യോ എന്താണ് പാസ്റ്റർ പ്രസംഗിച്ചു എന്ന്. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ എല്ലാം മരവിപ്പിച്ചിട്ട് ഏകാഗ്രതയോടുകൂടി ഏകമനസ്സോടുകൂടി ആ ദൈവഭാഗത്തേക്ക് തിരിയണം. ആ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്താണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ അഭിഷിക്തൻ പ്രസംഗിച്ചത്? എന്താണ് ആ കൂട്ടായ്മയ്ക്കകത്ത് പ്രസംഗിച്ച വചനത്തിന്റെ ആധികാരികമായ കാമ്പ് എന്താണ്? അതിനകത്തുള്ള സത്യം എന്താണ്? എത്ര പേർക്ക് അത് അറിയുവാൻ കഴിയും? ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും സഭയിൽ കടന്നു പോകുന്നു, വചനം കേൾക്കുന്നു. അടുത്ത ഞായറാഴ്ച സഭാ അധ്യക്ഷൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതെന്തെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം എൻ്റെ അകത്ത് വെളിപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി എന്ത് ചെയ്യുക? ചായ്ക്ക. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ ചെവിയും എന്തിലായിരിക്കണം? ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ചെന്നിരുന്നാൽ പുറകിൽ ആര് വരുന്നുണ്ടോന്ന് ഞാൻ ശ്രദ്ധിക്കാൻ പാടില്ല. ആരൊക്കെ കയറി വരുന്നു, ആരൊക്കെ പോകുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കരുത്. ഞാൻ പ്രസംഗിക്കുന്ന അഭിഷിക്തനിലേക്ക് നോക്കിയിട്ട് എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിട്ട് പറയുന്നു, നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, കണ്ണെടുക്കരുത്. ആ പ്രസംഗിക്കുന്ന വ്യക്തിയിലേക്ക് നോക്കിയിട്ട് ആ പ്രസംഗിക്കുന്ന ആ വചനത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി, ആ വചനത്തിന്റെ മർമ്മം, ആ വചനത്തിന്റെ രഹസ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്നിട്ട് പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. ഹൃദയത്തിനകത്ത് ആ കേട്ട ദൂതിനെ സംഗ്രഹിക്കുക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിനായിട്ട് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ദിവസങ്ങൾ വചനത്തെ ശ്രദ്ധ വെച്ച് കേട്ട് അതിനനുസരിച്ച് ഹൃദയത്തിൽ സ്വായത്തമാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ വചനത്തെ ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.